ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിന്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാങ്ങാക്കറിയാണ് തയ്യാറാക്കുന്നത്. അങ്കമാലിക്കാരുടെ കല്യാണത്തലേന്നുണ്ടാക്കുന്ന സ്പെഷ്യൽ മാങ്ങാക്കറി. അപ്പോൾ ആ അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി നമ്മൾക്ക് ഒന്നും ഉണ്ടാക്കി നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇടത്തരം വലിപ്പമുള്ള 2 ചെറിയ സവാളയും ഒരു 6-7 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്. അപ്പോൾ ആ 2 മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്. അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്കൊന്ന് പുരട്ടി വെക്കാം. ഇനി നമ്മൾ മാങ്ങാക്കറി തയ്യാറാക്കുന്ന ആ പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും 8 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യണം. അങ്കമാലി മാങ്ങാക്കറിയുടെ മിക്സിലാണ് അതിൻ്റെ ടേസ്റ്റ് എന്നാണ് അങ്കമാലിക്കാർ പറയുന്നത്. നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 സ്പൂൺ വിനാഗിരിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1.25 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർക്കുന്നുള്ളൂ. ഇനി ഞാനത് കൈയിൽ കൂടെ ഒഴിച്ച് നമ്മുടെ കൈയൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചമുളകൊക്കെ അല്ലേ, ഇത് ശരിക്കും നമ്മൾ ഇതെല്ലാം കൂടെ നല്ലോണം കൈ കൊണ്ട് ഞവടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ പച്ചമുളകൊക്കെ ആയതുകൊണ്ട് കൈയൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കൈ കൂടെ കുറച്ച് ഒഴിച്ചത്. അപ്പോൾ ഇത് കുറേ സമയം ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്യും തോറുമാണ് മാങ്ങാക്കറിയുടെ ടേസ്റ്റ് കൂടുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പം എല്ലാം ഉള്ളിയും മാങ്ങയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും നമ്മുടെ വിനാഗിരിയും വെളിച്ചെണ്ണയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇതിലേക്ക് എടുക്കുന്നത്. നമ്മൾ തോനെ വെക്കുമ്പോൾ നമ്മൾ പൊടിയൊക്കെ അതിനനുസരിച്ച് കൂടുതൽ എടുക്കണം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഞാനൊന്ന് കുഴച്ച് വെക്കുകയാണ്. അപ്പോൾ അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് കുഴച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ പുരട്ടി വെച്ചിരിക്കുന്ന സവാളയിലേക്കും നമ്മുടെ ഈ പൊടികൾ, നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്നുകൂടി ഞാനൊന്ന് നന്നായിട്ട് ഞവടി മിക്സ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ച ഇതിൻ്റെ മസാല, മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ മാങ്ങയിൽ നേരത്തെ ഇട്ടതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാഞ്ഞത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുഴച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതും നമ്മൾ കൈവച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇതിന് വേണ്ടത് നമ്മുടെ തേങ്ങാപ്പാലാണ്. 1 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. 1 തേങ്ങയുടെ തേങ്ങാപ്പാൽ, അതിൻ്റെ 1-ാം പാലും 2-ാം പാലും. അപ്പോൾ 1-ാം പാലിൽ നിന്നും ഞാനൊരു പകുതി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1 കപ്പ് 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പകുതി ഇതിലേക്ക് ചേർത്ത് നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കും. നമ്മുടെ കറി ആദ്യം 1-ാം പാൽ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കിടന്ന് കറി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കണം. 2-ാം പാലിൽ കിടന്ന് വേണം നമ്മുടെ ഈ മാങ്ങയൊക്കെ വെന്ത് കറി ഒന്ന് കുറുകി വരാൻ. കറി നന്നായിട്ടൊന്ന് കുറുകി വരണം. ഈ 2-ാം പാലിൽ കിടന്ന് മാങ്ങ വെന്ത് സവാളയൊക്കെ വെന്ത് നന്നായിട്ട് കുറുകി വരണം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കണം. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ചാറൊക്കെ കുറുകി വന്നപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാല് ബാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി തലപ്പാലാണിത്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ കറി തിളയ്ക്കാൻ പാടില്ല. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സ്റ്റൗവിൻ്റെ ആ ചൂടിൽ ഇതിരുന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ വിനാഗിരിയോ ഒന്നും ചേർക്കരുത്. ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കുക. അപ്പം നമ്മുടെ അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ പ്രധാനമായിട്ട് ചേർക്കുന്ന ഇതിൻ്റെ താളിപ്പാണ്. അപ്പോൾ അങ്കമാലി കറിയുടെ രുചി കൂട്ടുന്ന ഇതിൻ്റെ താളിപ്പാണെന്നാണ് പറയുന്നത്. നമ്മൾ ഇതിലേക്ക് അതിന് 1 സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം കടുകും പറ്റൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് നമ്മൾ ഇനി ഈ കറിയിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്.
വളരെ ഇഷ്ടപ്പെടും ഈ അങ്കമാലി മാങ്ങാക്കറി. ചോറൊക്കെ തിന്നാൻ ഇത് മാത്രം മതി. നല്ല ടേസ്റ്റ് ആയിരുന്നു. ആദ്യം ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞല്ലോ ശരിയായില്ലായിരുന്നു, പക്ഷേ ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര രുചിയാണ്. എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അറിയാൻ വയ്യാത്തവരൊക്കെ, മിക്കവാറും പേർക്കൊക്കെ അറിയാം അങ്കമാലി മാങ്ങാക്കറി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതെൻ്റെ ഒരു കസിനാണ് പറഞ്ഞു തന്നത് അങ്കമാലിയിലുള്ള. അവർ പറഞ്ഞ അതേപോലെയാണ് ഞാൻ ഈ സെക്കൻഡ് ടൈം ഉണ്ടാക്കിയത്. അപ്പോൾ അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.